ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്കേവർക്കും ഏറ്റവും സന്തോഷത്തോടുകൂടെ നേരുകയാണ്. സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു ദൈവം തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ അപ്പോഴും പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് മാത്രം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം നിങ്ങളുടെ ഇടയിൽ ക്രിസ്തു ഉണ്ട്, സ്നേഹമുണ്ട് എന്ന്. എത്ര സുന്ദരമായിട്ടുള്ള കാര്യം! അതും പറയുന്നത് എപ്പോഴാ? അവസാനത്തെ അത്താഴ വിരുന്നിൽ ശിഷ്യന്മാരുടെ മുന്നിൽ മുട്ടിന്മേൽ നിന്ന് പാദങ്ങൾ കഴുകി തുടച്ച് എന്നിട്ട് പറയുകയാണ് ഈ സ്നേഹത്തിൻ്റെ വലിയ പാഠം. ഈ പാദങ്ങൾ കഴുകി തുടക്കുമ്പോൾ അറിയാം അവനെ എന്ത്? ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുവൻ 30 വെള്ളി നാണയം പോക്കറ്റിലിട്ട വന്നിരിക്കണതെന്ന്. കൂട്ടത്തിൽ ഒരുവൻ തന്നെ 3 പ്രാവശ്യം നേരം വെളുക്കുന്നതിന് മുമ്പ് തള്ളിപ്പറയും എന്നും അവനറിയാം. തൻ്റെ വേദനയുടെ കുരിശിൻ്റെ ഈ നിമിഷങ്ങളിൽ ബാക്കിയുള്ള 10 പേരിൽ ഒരുവനൊഴികെ 9 പേരും ഓടി ഒളിക്കും എന്നുള്ളതും അവനറിയാം. എന്നിട്ടും അവൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുന്നിൽ മുട്ടുമേൽ നിൽക്കാനും അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് സ്നേഹത്തിൻ്റെ ചുംബനം നൽകാനും കഴിഞ്ഞു എന്നുള്ളത് എത്ര ശ്രേഷ്ഠതയുള്ള കാര്യം! കുത്തി മുറിവേൽപ്പിക്കുന്നവർക്ക് പോലും സ്നേഹം വച്ചു വിളമ്പുന്ന കരുതലിൻ്റെ പേരാണ് ക്രിസ്തു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം. ഇന്നലെ ഇപ്പോൾ യൂണിറ്റിൻ്റെ വാർഷികങ്ങൾ നടക്കുന്ന സമയമാണ്. ഇന്നലെ 5 യൂണിറ്റിൻ്റെ വാർഷികം ഉണ്ടായിരുന്നു. ഇന്നുമുണ്ട് 5 യൂണിറ്റിൻ്റെ വാർഷികങ്ങൾ. കഴിഞ്ഞ ആഴ്ചകളിലും ഈ ദിവസങ്ങളിലൊക്കെ യൂണിറ്റ് വാർഷികം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ നിർവഹിച്ചുകൊണ്ട് വലിയൊരു കൂട്ടായ്മയുടെ ആഘോഷം. അപ്പോൾ ഇന്നലെ 5ാമത്തെ യൂണിറ്റ് വാർഷികത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവസാനത്തെ ഇനമായിട്ട് അതിൻ്റെ MC ആയിരുന്ന കുട്ടി പറഞ്ഞു, വേറൊരു സന്തോഷത്തിൻ്റെ കാര്യം കൂടെയുണ്ട്. ഇന്ന് ഈ വീട്ടിലെ അപ്പൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ആഘോഷിക്കുക. എത്രാമത്തെയാ? 54ാമത്തെ വിവാഹ വാർഷികം കൊണ്ടാടുന്ന ഒരു ജോസേട്ടനും മേരിക്കുട്ടിയുണ്ട്. അവരെൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ അവർക്ക് അവർ ഈ യൂണിറ്റിൻ്റെ ആദരവായിട്ട് വലിയൊരു ഗിഫ്റ്റൊക്കെ യൂണിറ്റ് നൽകിയുണ്ടായി. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് 2 പേരിങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഞാൻ അവരോട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. 54 വർഷമില്ലേ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്താണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആളെക്കുറിച്ച് പറയാനുള്ളത്? ജോസേട്ടൻ ഒന്ന് വെറുതെ നോക്കി ചിരിച്ച് അത്രമാത്രം ചെയ്തുള്ളൂ. ഇതിനുടനെ മേരിക്കുട്ടിയോട് ചോദിച്ചു, മേരിക്കുട്ടി നിൽക്കുന്ന ജോസേട്ടനെ പറ്റി എന്താ, 54 വർഷമില്ലേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്താ അഭിപ്രായം, എന്താ പറയാനുള്ളത്? അപ്പം മേരിക്കുട്ടിയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. മേരിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു, അച്ഛാ 54 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നോളം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഇയാൾ ചെയ്തിട്ടില്ല. ഓർത്തു നോക്കി, 54 വർഷമായിട്ട് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഇന്നോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഈ ജോസേട്ടൻ ചെയ്തിട്ടില്ലെന്ന്. ഉടനെ ജോസേട്ടൻ പുലിയായി. ജോസേട്ടൻ പറയണേ, അച്ഛ ഇവളും അങ്ങനെ തന്നെയാ, ഇത്രയും നാളുമായിട്ടും എന്നെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും മേരിക്കുട്ടിയും ചെയ്തിട്ടില്ലെന്ന്. ഈ 54 വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? സാധ്യമല്ല. പക്ഷേ അതിനെയൊക്കെ, ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളെ പോലും അവർക്ക് അതിലംഘിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. സ്നേഹമുള്ളപ്പോൾ അവിടെ എന്തില്ല? പരിഭവങ്ങളില്ല, ആവലാതികളില്ല, ബുദ്ധിമുട്ടുകളൊന്നും
അവർക്കത് അനുഭവപ്പെടില്ല. സ്നേഹമില്ലാതെ നമ്മൾ എടുക്കുന്നതൊക്കെയാണ് നമുക്ക് ഭാരമായിട്ടും പ്രയാസമായിട്ടും നൊമ്പരമായിട്ടും ഒക്കെ മാറുന്നേ. സ്നേഹമില്ലെങ്കിൽ ഇത്തിരി പോകുന്ന കാര്യം പോലും വലിയ ഭാരമാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, അമ്മ തൻ്റെ ഒക്കത്തൊരു കുഞ്ഞിനെ മണിക്കൂറുകൾ എടുത്തു വെച്ചാലും അമ്മയ്ക്കത് ഭാരമല്ല. എന്നാൽ ആ കുഞ്ഞിനെ ഇത്തിരി നേരം പിടിക്കുന്നെന്ന് പറഞ്ഞ് വേറൊരാളുടെ ഒക്കത്തേക്ക് കൊടുത്താല ഇത്തിരി നേരമൊക്കെ ആ വാവോ എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ ഈ ഭാരമാണിത്, എങ്ങനെയെങ്കിലും കൈമാറിയാൽ മതി. കാരണം എന്താ? അമ്മയ്ക്കത് തൻ്റെ സ്വന്തമാണ്, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിഭവങ്ങളും ആവലാതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതിനെ അതിലംഘിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതാണ് എന്ത്? സ്നേഹം. ഇപ്പം നമ്മൾ പറയും നമ്മൾ സ്നേഹിക്കണില്ലേ? എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ട്? നമ്മളുടെ സ്നേഹം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് വേണ്ടിയുള്ള സ്നേഹത്തെ ഒരിക്കലും വചനം സ്നേഹമായിട്ട് പറയാറില്ല, ഇഷ്ടമായിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഒരുവനെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ പേര് സ്നേഹം എന്നല്ല, മറിച്ച് ഇഷ്ടം എന്നാണ്. എനിക്കിഷ്ടപ്പെട്ടതിനെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വലിയ മഹത്തരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ മുന്നിൽ കുറേ പുഷ്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളാവുന്നത് കൊണ്ട് വയ്ക്കുന്നു. അത് നാളെ വാടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിനോടുള്ള ഇഷ്ടം തീർന്നു, അതുകൊണ്ട് കളയും, വേറെ ഇത് വെക്കും. അപ്പോൾ നമ്മളുടെയൊക്കെ സ്നേഹങ്ങൾ എന്ന് നാം പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട സ്നേഹമാണ്. അത് സ്നേഹമല്ല, ഇഷ്ടം മാത്രമാണ്. നമുക്ക് വേണ്ടിയുള്ളതിനെ ഇഷ്ടങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സ്നേഹം എന്ന് വെച്ചാൽ എന്താ? അപരന് വേണ്ടി, കൂടെയുള്ളവന് വേണ്ടി നൽകാൻ പറ്റുന്നതിനെയാണ്, നൽകുന്നതിനെയാണ് സ്നേഹം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ എനിക്കെന്ത് കിട്ടും എന്നുള്ളതല്ല, എനിക്കെന്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളതായിരിക്കും അവിടുത്തെ ചിന്ത. അപ്പോൾ കിട്ടുന്നതൊക്കെ ഇഷ്ടങ്ങളും നൽകുന്നതൊക്കെ സ്നേഹവുമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ക്രിസ്തു സ്നേഹിച്ചത് അവന് വേണ്ടിയല്ല, അവൻ സ്നേഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് കുരിശിലേക്ക് പോലും നടന്ന് കയറാൻ അവന് പറ്റിയത്. ദാ ഒറ്റിക്കൊടുക്കാനായിട്ട് വന്നവൻ ആ രാത്രിയുടെ മറവിൽ അടയാളമായിട്ട് നൽകിയത് എന്താ? നമ്മളൊക്കെ സ്നേഹത്തിൻ്റെ മുദ്രയെന്ന് കരുതുന്ന ചുംബനത്തെ അവൻ ഒറ്റിൻ്റെ അടയാളമാക്കി മാറ്റിയില്ലേ യൂദാസ്? കാരണം ആ ഇരുണ്ട രാത്രിയിലെ കടന്നു വന്നവർക്ക് തിരിച്ചറിയാൻ പറ്റണില്ല ഇതിൽ ആരാണ് ക്രിസ്തു എന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്ത അടയാളം എന്താ? ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു, അവനെ നിങ്ങൾ പിടിച്ചുകൊള്ളുക. സ്നേഹത്തിൻ്റെ മുദ്രയായി ഇന്നോളം ലോകം കണ്ടതിനെ ഒറ്റിൻ്റെ അടയാളമാക്കി ശിഷ്യന്മാരിൽ ഒരുവൻ മാറ്റി എന്നുള്ളതാണ്. എന്നിട്ടും അവൻ ആ ഒറ്റിൻ്റെ അടയാളമാക്കി ഈ സ്നേഹത്തെ മാറ്റിയപ്പോഴും ക്രിസ്തു അവനെ വിളിച്ച പേരെന്താ? സ്നേഹിത എന്ന, ചങ്ങാതി എന്ന. ഓർത്ത് നോക്കിയേ, എടാ ദുഷ്ട, നീ എന്നെ കൊലക്ക് കൊടുത്തല്ലാടാ എന്നായിരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ പറയാൻ പോണത്. പക്ഷെ ഇവിടുത്തെ വർത്തമാനം എന്താണ്? അപ്പോഴും അവൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ എന്താ? സ്നേഹിത എന്ന് തന്നെയാ, വേറെ ഒന്നുമല്ല. ഇതാ പറയുന്നത്. പത്രോസിനെ നമുക്കറിയാല്ല, ആരൊക്കെ നിന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകൂല എന്നു വാശിയോടുകൂടെ പറഞ്ഞ പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ നീ എന്നെ തള്ളിപ്പറയും. മുൻകൂട്ടി അവൻ അറിയിപ്പ് കൊടുത്തതാ. എന്നിട്ട് ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല, ഇന്ന് ഈ രാത്രി വെളുക്കണതിന് മുമ്പ് ഒരു പ്രാവശ്യമല്ലടാ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും പത്രോസ് പെട്ടുപോയില്ലേ? ഇത്തിരി പോകുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പത്രോസ് എന്താ ചെയ്തത്? ഞാൻ അവനെ അറിയുക പോലും ഇല്ല. എത്ര വലിയ കഠിനമായിട്ടുള്ള വാക്കാത് ഇല്ലേ എന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ നമ്മളൊന്നൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ യൂദാസാണ് കുറച്ചും കൂടി മെച്ചമെന്ന് തോന്നിപ്പോ ഇല്ലേ? 3 വർഷക്കാലം ഒരുമിച്ച് നടന്നവളെ ഇവർ രണ്ടുപേരും. ഇതിൽ കഠിന പാപം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യൂദാസിൻ്റെതല്ല, പത്രോസിൻ്റെതാണ്.
കാരണം യൂദാസ് ഇവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചുംബനം കൊടുത്തത്. മറ്റവന അറിയുക പോലും ഇല്ലെന്നേ. ഒന്ന് ഓർത്തു നോക്കി, അതിനെക്കാട്ടി മാരകമായിട്ടുള്ള പാപമുണ്ട്. 3 വർഷക്കാലം ഇങ്ങനെ കൂടെ നടന്ന് എല്ലാം കൊടുത്ത് ബലപ്പെടുത്തിയവൻ പറയുകയാണേ, ഞാൻ അവനെ, അത് ആരുടെ മുമ്പിൽ, ചെറിയ ഒരു പെൺതിരി പോകുന്നൊരു പെണ്ണിൻ്റെ മുമ്പിൽ, ഓർത്തു നോക്കി, ഞാൻ അവനെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചത് അതിനേക്കാളും വലിയ പാപം തന്നെയാ. എന്നിട്ടും ആ പത്രോസ് ഒന്നും കിട്ടാതെ തീരത്തണഞ്ഞപ്പ കർത്താവ് അവിടെ എത്തിയില്ലേ, അവന് വേണ്ടി സമൃദ്ധിയുടെ ചാകരക്കൊയ്ത്ത് നൽകാൻ. അതാണ് കർത്താവിൻ്റെ സ്നേഹം. അവൻ ഇട്ടിട്ട് പോയവനാ, തള്ളി പറഞ്ഞിട്ട് പോയവനാ, പഴയ പണിയിലേക്ക് പോയവനാ. എന്നിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിസ്സഹായതയുടെ മുഖമുദ്രയായി അവൻ തീരത്ത് വരുമ്പോൾ പത്രോസിനെയും കാത്ത് കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനം. ഇതാണ് ആ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവൻ സ്നേഹിച്ചത് എങ്ങനെയാ? പ്രാണനം നൽകി സ്നേഹിച്ചു എന്നുള്ളതാ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം ഉയർത്തി ഇത് ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ഒരുവനെ ഇതിനപ്പുറം ഇനി സ്നേഹിക്കാനായിട്ട് ഇനി ഒന്നുമില്ല. നൽകാവുന്നതിൻ്റെ മുഴുവനും. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതി വയ്ക്കുന്നത്, ചങ്ക് പിളർന്ന് അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും വരെ അവൻ ഇങ്ങനെ ചൊരിഞ്ഞ് നൽകിയതിന് ശേഷമാണ് കുരിശിൽ പ്രാണൻ വെടിയുന്നതിന് മുമ്പ് പിതാവിനെ നോക്കി പറയുന്നതാ എല്ലാം പൂർത്തിയായി എന്ന്. തനിക്ക് നൽകാവുന്നതിൻ്റെ മാക്സിമം നൽകിയിട്ട് അവനിതാ കടന്നു പോകുമ്പോൾ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കുരിശിലെ അവൻ്റെ ബലി എന്ന് തിരിച്ചറിയുക. അപ്പോൾ സ്നേഹിക്കുമെന്ന് പറയാൻ എളുപ്പമാണ് നമുക്കെല്ലാവർക്കും, പക്ഷേ സ്നേഹിക്കുക എന്നുള്ളത് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഐ ലവ് യുടാ എന്നൊക്കെ പറയാനൊക്കെ ഭയങ്കര എളുപ്പമായി എന്ന് എല്ലാവരും നോക്കി. പക്ഷേ എത്രത്തോളം നീ അവന് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്നേഹിക്കുക വെച്ചാൽ നഷ്ടപ്പെടുത്തി എന്ന് കൂടിയാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ കിട്ടുക എന്നുള്ളതല്ല സ്നേഹം. നമ്മളൊക്കെ സ്നേഹിച്ച് കഴിയുമ്പോൾ എന്ത് ഗിഫ്റ്റ് കിട്ടിയെന്ന് നോക്കുന്നതാ, എന്ത് കൊടുത്തു എന്നുള്ളത്. അതാ പ്രാണൻ കൊടുത്തവനാണ് സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ കാര്യം പറഞ്ഞു തന്നത് അല്ലേ? സ്നേഹത്തിൻ്റെ അർത്ഥം പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സ്നേഹത്തിൻ്റെ വിളമ്പലാണ്. എന്ന് വെച്ചാൽ എന്താ, ഇനി മുതൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ സെക്കൻഡറിയാണ്, നിൻ്റെ ഇഷ്ടങ്ങളാണ് ഇനിമേൽ എൻ്റെ ഇഷ്ടങ്ങൾ. ഇതാണ് സ്നേഹത്തിൻ്റെ അടയാളം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു, ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നോക്കി? കുരിശിലേക്ക് നോക്കി. പ്രാണൻ നൽകി നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന ആ കർത്താവിനെ കണ്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠിച്ച ഒത്തിരി പേരാണ് നമ്മൾ വിശുദ്ധന്മാരെന്നൊക്കെ പറയുന്നത്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയൊക്കെ അറിയില്ലേ? ഹിറ്റ്ലറിൻ്റെ നാസി തടങ്കൽ പാളയത്തിൽ ഒരുവൻ ഇങ്ങനെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ അവൻ ഇങ്ങനെ കരയാണ്, അയ്യോ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ മനുഷ്യനെ കണ്ട് മാക്സിമിലിയൻ കോൾബെ സഹതടവുകാരനാ മുന്നോട്ട് കയറി നിന്നിട്ട് വിളിച്ചു പറയുന്നു, അവനെ വിട്ടുകൊള്ളുക, ഞാൻ റെഡിയാ അവന് വേണ്ടി മരിക്കാൻ. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച ക്രിസ്തുവിന് വേണ്ടി നാസി തടങ്കൽ പാളയത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ നമ്മുടെ മുന്നിലെ വെല്ലുവിളിയാണ്. ഇതുപോലെ ഒത്തിരി വിശുദ്ധരും രക്തസാക്ഷികളും സ്നേഹത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പ്രാണൻ നൽകിക്കൊണ്ട് ഈ സ്നേഹത്തിൻ്റെ മഹാകാവ്യം രചിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്നേഹവും ചേർത്ത് വയ്ക്കാൻ തക്ക രീതിയിൽ ഇനിയും വളരണ്ടേ. സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു ദൈവം നമ്മെ ഇനിയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അൽത്താരയിൽ മുറിച്ചു വിളമ്പുന്ന ദിവ്യകാരുണ്യം. നമ്മോടൊപ്പമായിരിക്കാൻ
നമ്മിൽ അലിഞ്ഞു ചേരാൻ അപ്പമായി മാറിയുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എത്രത്തോളം നമ്മൾ ഇനിയും വളരണം. ആകയാൽ കൃപയുടെ ഈ വേളയിൽ പരിശുദ്ധ കുർബാന അപ്പത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. സ്നേഹം മുറിച്ചു വിളമ്പിയ കുർബാന അപ്പമാക്കി എൻ്റെ ദൈവമേ എന്നെയും മാറ്റണമേ എന്ന്.